ഹലോ എവ്രി വൺ. അങ്ങനെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. 12 ലക്ഷം രൂപ വരെ ടാക്സ് ഫ്രീ ലിമിറ്റ് ആക്കിക്കൊണ്ടുള്ള ആദ്യത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ടേം ആണ് ഇതെന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു റിലീഫ് തന്നെയാണ് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് മുൻപ് 10 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ളവനേക്കും 1 ലക്ഷത്തിന് മുകളിലേക്കും ടാക്സ് അടച്ചിരുന്ന സ്ഥാനത്ത് 12 ലക്ഷം രൂപ വരെ ടാക്സ് അടയ്ക്കാണ്ട് 10 പൈസ ടാക്സ് അടയ്ക്കാണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളത് തീർച്ചയായിട്ടും ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഇതൊന്നും അല്ല എൻ്റെ ടോപ്പിക്ക്, ഇതിൻ്റെ അനാലിസിസ് ഒന്നും അല്ല എൻ്റെ ടോപ്പിക്ക്. പല അഭിപ്രായങ്ങളുണ്ട്. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ പ്രഖ്യാപനത്തിന് ശേഷം, ഈ 12 ലക്ഷം പ്രഖ്യാപനത്തിന് ശേഷം സ്വാഭാവികമായിട്ടും പലർക്കും വന്നിട്ടുള്ള ചില തെറ്റിദ്ധാരണകളെ ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിലൊന്നാണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം: 12 ലക്ഷമാണ് ടാക്സ് ഫ്രീ ലിമിറ്റ് എങ്കിൽ 12 ലക്ഷത്തിൽ താഴെ ഇൻകം ഉള്ളവർ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. ആക്ച്വലി ഈ ചോദ്യം തന്നെ തെറ്റാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഈ 12 ലക്ഷം രൂപ ടാക്സ് ഫ്രീ ലിമിറ്റ് ആണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ശരിയാ, തൊട്ട് മുമ്പ് ഞാനടക്കം പലരും പറയുന്നുണ്ട്, അതായത് 12 ലക്ഷം രൂപ ടാക്സ് ഫ്രീ ലിമിറ്റ് ആക്കിക്കൊണ്ടുള്ള ആദ്യത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് സീസണാണ് എന്നുള്ളത്. എന്നാൽ ആക്ച്വലി ഇത് പറയാൻ സൗകര്യത്തിനും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിനും വേണ്ടി ഒരു സിംപ്ലിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് മാത്രമാണ് 12 ലക്ഷം രൂപ ടാക്സ് ഫ്രീ ലിമിറ്റ് എന്നുള്ളത്. കാരണം ഈ ഒരു നിയമ ഭേദഗതി വരുത്തിക്കൊണ്ട് 90% ആളുകൾക്കും 12 ലക്ഷം രൂപ വരെയാണ് ഇൻകം എങ്കിൽ ടാക്സ് അടയ്ക്കാണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു എഫക്റ്റാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ശരിയായ പ്രയോഗം എന്ന് പറയുന്നത് 12 ലക്ഷം രൂപ വരെ റിബേറ്റിൻ്റെ പരിധി ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് റിബേറ്റ് എന്നുള്ളത് ഒരു ചോദ്യം വരും. അതിനു മുൻപ് ശരിക്കും ഇപ്പോഴത്തെ അപ്പോൾ ടാക്സ് സ്ട്രക്ചർ എങ്ങനെയാണ്? അതായത് 4 ലക്ഷം രൂപ വരെയാണ് ടാക്സ് ഇല്ലാത്ത, ടാക്സ് ഫ്രീ ആയിട്ടുള്ള ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. 4 ലക്ഷത്തിൽ താഴെയാണ് നിങ്ങളുടെ വാർഷിക വരുമാനമെങ്കിൽ നിങ്ങൾ റിട്ടേണും ഫയൽ ചെയ്യേണ്ട, ടാക്സ് അടയ്ക്കേണ്ട, ഒന്നും അടയ്ക്കേണ്ട, നിങ്ങൾ മാറിയിരിക്കുകയാണ്. 4 ലക്ഷം തൊട്ട് 8 ലക്ഷം രൂപ വരെ പിന്നെ നിങ്ങൾ ടാക്സ് സ്റ്റാർട്ട് ചെയ്യണം. 5% ടാക്സ് ഉണ്ട്. 8 ലക്ഷം തൊട്ട് 12 ലക്ഷം രൂപ വരെ 10% ടാക്സ് ഉണ്ട്. 12 ലക്ഷത്തിന് ഇനി അങ്ങോട്ട് മുകളിലേക്ക് ഓരോ 4 ലക്ഷം കൂടുമ്പോഴും 5% വെച്ച് ഇങ്ങനെ ടാക്സ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ടാക്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് 60,000 രൂപയുടെ അടുത്ത് ടാക്സ് ലയബിലിറ്റി വരും. ഈ ടാക്സ് നിങ്ങൾക്ക് റിബേറ്റ് എന്ന ബെനിഫിറ്റ് വെച്ച് അടയ്ക്കാതെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പ്രഖ്യാപനം. അതായത് ശരിക്കും മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പത്തിന് വേണ്ടി നമ്മുടെ കൈവശം ഒരു 5,000 രൂപയുടെ വൗച്ചറുണ്ട്. നമ്മളൊരു 5,000 രൂപയുടെ പർച്ചേസ് ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ നിന്ന് നടത്തുകയാണെങ്കിൽ ഈ വൗച്ചർ യൂസ് ചെയ്താൽ നമുക്ക് പിന്നെ ഒരു എക്സ്ട്രാ പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഗവൺമെൻറ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ള എക്സെപ്ഷൻസ് ഉണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടിരിക്കുന്ന, പറയാൻ എളുപ്പത്തിന് വേണ്ടി എല്ലാവർക്കും കൊടുത്തിട്ടിരിക്കുന്ന ഒരു ഓഫറാണ്. 12 ലക്ഷത്തിൽ താഴെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകമെങ്കിൽ നിങ്ങൾ റിബേറ്റ് എന്ന വൗച്ചർ ഉപയോഗിച്ച് ഒറ്റ പൈസ ടാക്സ് അടയ്ക്കേണ്ട എന്നുള്ളത്. ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ശരിക്കും 12 ലക്ഷം രൂപ ടാക്സ് ഉണ്ട്. പക്ഷേ ആ ടാക്സ് ഉള്ളത് ഈ റിബേറ്റ് എന്ന ബെനിഫിറ്റ് ഉപയോഗിച്ച് നമുക്ക് നള്ളിഫൈ ചെയ്യാം, ടാക്സ് അടയ്ക്കാണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലിമിറ്റ് അല്ലെങ്കിൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. അതിൽ താഴെയുള്ളവർ ഫയൽ ചെയ്യേണ്ട, അതിന് മുകളിലുള്ളവർ റിട്ടേൺ ഫയൽ ചെയ്യണം, പക്ഷെ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ട വരില്ല എന്നുള്ളതാണ്. ഇനി ഈ റിബേറ്റ് എല്ലാവർക്കും ഉണ്ടോ എന്നുള്ള ഈ റിബേറ്റ് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് ഞാൻ വീണ്ടും പറയാൻ എളുപ്പത്തിന് വേണ്ടി പറയുന്നത്. ഇതിലും എക്സെപ്ഷൻസ് ഉണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട എക്സെപ്ഷൻസ് ആണ് നോൺ റെസിഡൻസിന് ഈ റിബേറ്റിൻ്റെ പരിധിയില്ല എന്നുള്ളത്. 2, എല്ലാ ഇൻകവും ഈ റിബേറ്റിൻ്റെ പരിധിയിലേക്ക് വരില്ല. സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് ചെയ്യുന്ന ചില ഇൻകം ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ ഷെയർ ട്രേഡിംഗ് പ്രോഫിറ്റ്, ഷെയർ ട്രേഡിംഗ് ഗെയിൻ, അല്ലെങ്കിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് റിഡീം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഗെയിൻ, പിന്നെ അതേപോലെ തന്നെ സ്ഥലം വിൽക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഗെയിൻ, നമ്മുടെ ബിൽഡിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്ലാറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന, അങ്ങനെ ഇത്തരത്തിൽ ചില സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് ചെയ്യുന്ന ചില ഇൻകം ഉണ്ട്. ഈ ഇൻകത്തിനൊന്നും നമുക്ക് ഈ റിബേറ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല. എന്നാലും ഞാൻ പറയുന്നത്, അതായത് സാലറി, നമ്മുടെ ബാങ്ക് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ഇൻകം കിട്ടുന്നവർ, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്, റെൻ്റൽ ഇൻകം, ഇതെല്ലാം സ്ലാബ് റേറ്റിൽ ടാക്സ് ചെയ്യുന്ന നോർമൽ ഇൻകംസ് ആണ്. ഇതിനെല്ലാത്തിനും റിബേറ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഇതൊക്കെ നിങ്ങളുടെ 12 ലക്ഷത്തിൽ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാണ്ട് മുന്നോട്ട് പോകാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള പരിധി 12 ലക്ഷം അല്ല, 4 ലക്ഷമാണ്. ഓക്കെ, താങ്ക് യു.